ഹായ് ഫ്രണ്ട്സ്, ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് ഒട്ടനവധി പേരാണ് എന്നോട് ഈ മോട്ടിവേഷൻ്റെ പ്രസക്തിയെപ്പറ്റി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലും അത് തന്നെയാണ് കൂടുതൽ സമയം ചർച്ചകൾ നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ട്രെയിനർ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്, ഞാൻ പല കാര്യങ്ങളിലും മോട്ടിവേറ്റഡ് ആയിരുന്നു. അത് എൻ്റെ സ്വന്തം വ്യക്തിത്വം വികസിപ്പിക്കുന്ന കാര്യത്തിലോ ഞാൻ സ്വന്തമായിട്ട് എൻ്റെ വ്യക്തിത്വത്തിനപ്പുറത്ത് അതിനെ ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന കാര്യത്തിലോ ആയിരുന്നില്ല. മറ്റുള്ളവർ പറയുന്ന അവരുടെ രാഷ്ട്രീയം, സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങൾ, സിനിമ, സ്പോർട്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ മോട്ടിവേറ്റഡ് ആയിരുന്നു. അപ്പോൾ ആ കാര്യത്തിൽ കുറേ സമയം കണ്ടിരിക്കും, അത് ദൂരെയായാലും കാണാൻ പോകും, അങ്ങനെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. സിനിമയാവും, നാടകമാവും, സാംസ്കാരികവും രാഷ്ട്രീയവുമായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ. ഇതാണ് മോട്ടിവേഷൻ. അപ്പോൾ ഇതുകൊണ്ടൊക്കെ ചിലർക്ക് ഗുണമുണ്ടായിട്ടുണ്ട്. എന്നോടൊപ്പം ഉണ്ടായിരുന്ന പല ആൾക്കാരും നല്ല ലീഡേഴ്സായി മാറി. അവർ പല പല പൊസിഷനിലെത്തി, അച്ചീവേഴ്സായി. അതേസമയം എന്നോട് ഞാൻ ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പറയും, അതെനിക്കൊരു ടൈം പാസ്സായിരുന്നു. നേട്ടം ഉണ്ടായിട്ടില്ല എന്ന് തീർത്ത് പറയില്ലല്ല, പലപ്പോഴും അത് എൻ്റെ പേഴ്സണൽ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയായിരുന്നില്ല പലപ്പോഴും. അപ്പോൾ അങ്ങനെ സ്വയം ഒരു ലക്ഷ്യം ഏറ്റെടുക്കാനുള്ള ധൈര്യക്കുറവാണ്, സത്യം പറഞ്ഞാൽ നമുക്ക് സ്വന്തം കഴിവിലുള്ള അതിനെക്കുറിച്ചുള്ള ബോധ്യക്കുറവാണ് ഈ പ്രശ്നത്തിന് കാരണം. അപ്പോൾ അങ്ങനെ ബോധ്യക്കുറവുള്ള ആളുകൾക്ക് മോട്ടിവേഷൻ ആവശ്യമാണ്. ഇല്ലെങ്കിൽ അവർ മറ്റുള്ളവരോട് പറയുന്നതിനൊപ്പം പോകും. ഇപ്പോൾ നമുക്കറിയാം, ഇന്ന് പല കോഴ്സുകളും ഇപ്പോൾ റിസൾട്ട് വന്നിരിക്കുന്ന സമയമാണ്. ഇപ്പോൾ +2 കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, 10th കഴിഞ്ഞാൽ ഏത് കോഴ്സ്, ഏത് ഗ്രൂപ്പ് എടുക്കണം, ഇതിലൊക്കെ തന്നെ ഡിസ്കസ് ചെയ്യുമ്പോൾ അവരെ സ്വാധീനിക്കുന്നത് ഇതേപോലെ മോട്ടിവേഷൻ ഉണ്ടാക്കുന്ന കൂട്ടുകാരുടെ വാക്കുകളോ അല്ലെങ്കിൽ വീഡിയോസോ ഇതൊക്കെയാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരും മോട്ടിവേറ്റഡ് ആണ്. ഇവിടെ ഇതിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്, ഒരു പ്രത്യേക ഒരു സമൂഹത്തിന് വേണ്ടിയിട്ട് ഒരു ക്ലാസ് അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് സെഷൻ തീരുമാനിക്കുമ്പോൾ അതിൽ ഒരു ഗോൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമായിട്ട് മാറ്റുമ്പോൾ അവിടെ എന്തൊക്കെ മാറ്റങ്ങൾ ആ പങ്കെടുക്കുന്ന ആ വിദ്യാർത്ഥികളിലോ മുതിർന്ന ആളുകളിലോ ഏത് സമൂഹമാണെങ്കിലോ അവർക്ക് ആവശ്യമായിട്ടുള്ളത് അതിൻ്റെ സംഘാടകരായിട്ടോ അല്ലെങ്കിൽ അവിടെ തീരുമാനിക്കുന്ന ചില ആളുകളോ മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ക്ലാസ് കൊണ്ടുപോകുന്നത്. അതിനുശേഷം ഈ ആവശ്യമുള്ള കാര്യങ്ങൾ അത് പങ്കെടുക്കുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ പതിപ്പിക്കും, അവരെ അട്രാക്റ്റ് ചെയ്യുന്ന വിധത്തിൽ. അത് കഴിഞ്ഞാൽ അവർ വീട്ടിൽ പോയിട്ട് പറയും, എനിക്ക് അതാണ് വേണ്ടത്. ഒരു കോഴ്സാണെങ്കിലോ ഒരു പ്രത്യേക വിഷയത്തിലുള്ള താല്പര്യം, ഇതൊക്കെ ഉണ്ടാവുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ മോട്ടിവേഷൻ പ്രസക്തിയുണ്ട്. കാരണം മറ്റുള്ളവരെ പിന്നാലെ ചിന്തിക്കാതെ പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. പല കോഴ്സിന് പോകുന്നവർ, പല ജോലിയും മോഹിക്കുന്നവർ, അത് കഴിഞ്ഞത് കിട്ടിക്കഴിയുമ്പോഴാണ് അറിയുന്നത്, ഞാൻ യഥാർത്ഥത്തിൽ ആഗ്രഹിച്ചതല്ല എനിക്ക് കിട്ടിയത്. നഷ്ടബോധമാണ് പിന്നീട്. അതൊരു ജോലിയാവാം, ഒരു സർട്ടിഫൈഡ് കോഴ്സാവാം, ഇതൊക്കെ കിട്ടിക്കഴിയുമ്പോഴാണ് അവർക്ക് ഇതല്ല ഞാൻ ആഗ്രഹിച്ചത് ശരിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ അവർ ആഗ്രഹിക്കുന്ന എന്ത്? ഇവിടെ ഒരു ചോദ്യമുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം, അവർ ആഗ്രഹിക്കുന്ന അവരുടെ ആവശ്യം, എങ്ങനെ ഈ ലോകത്ത് ജീവിക്കണം, എന്ത് ഐഡൻറ്റിറ്റിയിൽ ജീവിക്കണം. അപ്പോൾ ഈ ഐഡൻറ്റിറ്റിയും അതിനൊപ്പം അവരുടെ വാല്യൂസും അവരുടെ ബിലീഫ്സും ഒക്കെ കൂടിച്ചേർന്ന അത് ആർക്ക് വേണ്ടി? അപ്പോൾ എല്ലാവരും സത്യത്തിൽ ഈ ലോകത്തെ എല്ലാ പ്രപഞ്ചത്തിലുള്ള വ്യക്തികളുമായിട്ടും കണക്റ്റഡാണ് എല്ലാവരും. അപ്പോൾ ഈ സമൂഹമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഓരോരുത്തർക്കും ഒരു ജീവിത ദൗത്യമുണ്ട്. ആ ദൗത്യം തിരിച്ചറിയാതിരിക്കുന്നവർക്ക്
ചിലപ്പോൾ ഒരു മോട്ടിവേഷൻ ക്ലാസ് ഉപകരിച്ചേക്കും, അല്ലാത്തവർക്കും ഉപകരിച്ചേക്കും. അപ്പോൾ വെറുതെ ഒരു മോട്ടിവേഷൻ എന്ന വാക്ക് എന്തെങ്കിലും കഥ പറഞ്ഞുകൊണ്ട് ഒരാഗ്രഹം ഉദിപ്പിക്കൽ മാത്രമല്ല, അതിനൊപ്പം അതെങ്ങനെ നേടാമെന്ന പ്രായോഗികമായ തന്ത്രങ്ങൾ പഠിക്കലും കൂടിയും അതിനകത്തുണ്ടാവണം. അപ്പോഴാണ് അത് പൂർത്തീകരിക്കുകയുള്ളൂ. അപ്പോൾ ആ ലക്ഷ്യം നേടാൻ ആവശ്യമായ എന്തൊക്കെ മാനസികമായ റിസോഴ്സ് വേണം, എന്തൊക്കെ ശാരീരികമായ റിസോഴ്സ് വേണം, യോഗ്യതകളും കഴിവുകളും സ്കില്ലുകളൊക്കെ അതിന് വേണം. അത് രസകരമായിട്ടും പാഷനേറ്റായിട്ടും ചെയ്യാനുള്ള താല്പര്യമുണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങൾ ഏതാണെന്ന് കണ്ടെത്തിയിട്ട് ആ കാര്യത്തിൽ മോട്ടിവേറ്റഡ് ആക്കി കഴിഞ്ഞാൽ അത് ആ വ്യക്തിക്ക് ഗുണം ചെയ്യും, അത് സമൂഹത്തിന് ഗുണം ചെയ്യും. അത് അയാൾ ചെയ്യുന്നത് അയാളുടെ ആത്മനിർവൃത്തിക്കും കൂടി ഉപകാരപ്പെടുന്ന കാര്യമാണ്. അത് ചെയ്യുമ്പോൾ അതൊരു മഹത്വമുള്ള പ്രവൃത്തിയായിട്ട് മാറും. അത് സമൂഹത്തിന് ഗുണം ചെയ്യും, ആ വ്യക്തിക്ക് ഗുണം ചെയ്യും, കുടുംബത്തിനും ഗുണം ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർത്തും മോട്ടിവേഷൻ ആവശ്യമാണ്. അതിനോടൊപ്പം സ്ട്രാറ്റജിക്കലായിട്ടുള്ള നേടാനുള്ള രീതികൾ കൂടി മനസ്സിലാക്കി അത് ചെയ്യണം. അപ്പോഴാണ് അത് പൂർത്തീകരിക്കുക.